മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് അവസാന അവസരം നൽകുകയാണ് സുപ്രീം ഹൈക്കോടതി. തീരുമാനം സെപ്റ്റംബർ 10 അറിയിക്കണം എന്നതാണ് നിർദ്ദേശം. വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രം തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്നാണ് കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശവാസികളുടെ ദുരിതം അത് എത്രത്തോളമാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അവരുടെ വായ്പകൾ എഴുതിത്തള്ളണം എന്നത് അവരുടെ ദീർഘനാളുകളായിട്ടുള്ള ആവശ്യമാണ്. എന്താണ്, ഏത് തരത്തിലാണ് കോടതി ഇടപെടലിനോട് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്? അതിന്റെ വിവരങ്ങളുമായി നിഖിൽ പ്രമേഷും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്? സെപ്റ്റംബർ 10 ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നതാണോ? കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളിൽ വെച്ച് വൈകിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നൊരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ടോ വിഷ്ണു? മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഈ വായ്പ, ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകുമോ എന്ന കാര്യം അറിയിക്കണമെന്ന്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചത് അതിന് സാധ്യമല്ല എന്നാണ്. ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൽ ചില ചട്ടഭേദഗതികൾ വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ വായ്പ എഴുതിത്തള്ളാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതിനെതിരെ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന് അധികാരമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് അധികാരം എന്നൊരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് കൃത്യമായ നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഏകദേശം ഒരു മാസം പിന്നിടുന്നു. എന്നിട്ടും അക്കാര്യത്തിലൊരു തീരുമാനം പറയാൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇന്ന് ഒരു അവസാന അവസരം കൂടി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. എഴുതി തള്ളാനാകുമോ ഇല്ലയോ, ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തമാക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രയർ കൂടിയാണ്. സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഈ വായ്പ എഴുതിത്തള്ളാനാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയാൽ മാത്രമേ ബാക്കി തീരുമാനങ്ങൾ ഞങ്ങൾക്കെടുക്കാനാകൂ എന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിന് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 10 ഈ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അത് 10 തന്നെ അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജി.കെ. ശരി, നിഖിൽ പ്രമേഷ് കൂടിയുണ്ട് നമ്മളോടൊപ്പം. നിഖിൽ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ഇപ്പോഴവിടെ അവശേഷിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങൾക്കും അവർക്ക് ഇപ്പോഴും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ദുഃഖത്തിൽ കഴിയുന്നവരാണ്. അതിലവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് നമുക്ക് പറയാം വായ്പകൾ എഴുതി തള്ളണം എന്നുള്ളത്. അതിൽ കേന്ദ്ര സർക്കാരിന് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. സെപ്റ്റംബർ 10 ആ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണം എന്നതാണ്. ഈ വാർത്തയെ എങ്ങനെയാണ് ഈ ദുരന്ത ബാധിത മേഖലയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്? നമുക്കറിയാം എന്താണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സാഹചര്യം എന്ന്. എല്ലാം ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായ ആളുകളാണ് അവരെല്ലാം തന്നെ മാന്യമായി ജോലി ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകളാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുമുണ്ട്, സാമാന്യം ഭേദപ്പെട്ട നിലയിൽ കഴിഞ്ഞു പോന്നിരുന്ന ആളുകളുമുണ്ട്. അവർക്കെല്ലാം ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അവർ പതുക്കെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നെങ്കിലും അതിന് ഇനിയും ഒരുപാട് കാലം എടുക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. സാധാരണഗതിയിലേക്ക് അവരുടെ ജീവിതം ഇനി ഒരിക്കലും ഒരുപക്ഷെ മാറിയേക്കില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ പതുക്കെങ്കിലും പലരും അതിജീവനത്തിനായി പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും നമ്മൾ കണ്ടത് ചില കടകൾ തുടങ്ങിയും മറ്റും അവരുടെ പഴയ ആ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ജി.കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അവർ എടുത്തിട്ടുള്ള അവരുടെ വായ്പ എഴുതി തള്ളണം എന്നുള്ളത്. കേരള ബാങ്ക് ഈ മാതൃകയിൽ അവരുടെ വായ്പകൾ എഴുതി തള്ളുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ അത് നാഷണൽ ബാങ്കുകളിൽ കൂടി സാധ്യമാകൂ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുക. അതിന് കേന്ദ്രത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ഈ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒളിച്ചുകളി തുടരുമ്പോൾ കടുത്ത അമർഷമാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലും ഒക്കെ ദുരന്തബാധിതർ രേഖപ്പെടുത്തുന്നത്. അവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന പ്രതീക്ഷയായിരുന്നു അത്. കേരളം അതിനു വേണ്ടിയിട്ടുള്ള പല ഇടപെടലുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പലതവണ ഇക്കാര്യം ഒരു ആവശ്യമായിക്കൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ വെക്കുമ്പോഴും അതിനൊട്ടും തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയല്ല ലഭിക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധം മുണ്ടക്കയിൽ നിന്ന് ഉയരുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരെല്ലാം
എല്ലാവരും തന്നെ ഈ ഒരു പ്രതീക്ഷയിലായിരുന്നു. സകലതും നഷ്ടപ്പെട്ട ആ മനുഷ്യർക്ക് ഇനി ഭാവിയിൽ ബാങ്കിലേക്ക് വലിയ തുക അടയ്ക്കാനോ അല്ലെങ്കിൽ മാസാമാസം അതിന്റെ തവണകൾ അടയ്ക്കാനോ ഒന്നും അവർക്കിനി അതിനൊരു വഴിയൊരുങ്ങണമെങ്കിൽ അതിന് ദീർഘകാലം കഴിയേണ്ടതുണ്ട്. അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇനിയും ഒരുപാട് കാലമെടുക്കും. അവർക്ക് ഇപ്പോൾ പ്രാഥമികമായ അവരുടെ ഒരു വീട് എന്നുള്ള ആവശ്യത്തിലേക്ക് തന്നെ അവർ എത്തിച്ചേർന്നിട്ടില്ല. ഈ 1-ാം വർഷം കഴിഞ്ഞ ദിവസമാണ് കടന്നുപോയത്. അപ്പോഴും അവർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് അവരുടെ ദുരിതത്തിന്റെ വേദനയുടെ ഒക്കെ കാര്യങ്ങളായിരുന്നു. ആ സമയത്ത് ഈ വായ്പ എഴുതിത്തള്ളൽ പ്രായോഗികമാകില്ല എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ അതിന് പല വിധത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞു അത് നീട്ടിവെക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കുടുംബങ്ങൾ പോകുന്നു. വലിയ അമർഷം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജി.കെ. ശരി, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഹൈക്കോടതി ഇടപെടൽ. ഇക്കാലം അത്രയും ഈ ദുരന്തം പേറി നടന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ വായ്പകൾ എഴുതിത്തള്ളണമെന്ന അവരുടെ ആവശ്യം അത് പരിഗണിക്കപ്പെടാൻ പോകുന്നു എന്നത് അവർക്ക് ആശ്വാസം നൽകും. നിഖിൽ പ്രമേഷ് അവിടെ നിന്ന് നമ്മളുമായി വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്, ഈ കാര്യത്തിന് വിവരങ്ങളായിരുന്നു വിഷ്ണു സുരേഷ് നൽകിയത്.